ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് മധ്യപ്രദേശിലെ ഇൻഡോറിലാണ്. ഇൻഡോറിൽ ഒരു പുരാതനമായ 1800 പണികഴിപ്പിച്ച ഒരു സ്ഥലത്താണുള്ളത്. നമ്മൾ മധ്യപ്രദേശിൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് കാണാനുള്ള സ്ഥലങ്ങളാണ് അതൊക്കെ. അപ്പോൾ എന്നോടൊപ്പം നിങ്ങൾ യാത്ര ചെയ്യുക, നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. ലാസ്റ്റ് വെഞ്ചേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇവിടെ ഒരു 2 ശ്മശാനങ്ങളാട്ടോ അവിടെ ഉള്ളത്, ഇവിടെ ഒന്ന്. അപ്പോൾ ഇതിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾക്കർ വംശത്തിലെ രാജാക്കന്മാരുടെ സ്മരണാർത്ഥമായി നിർമ്മിച്ച ഒരു ശ്മശാനമാണ് ഈ കാണുന്നത്. അപ്പോൾ 1800 കാലഘട്ടത്തിൽ നിർമ്മിച്ച ഒരു അതിഗംഭീരമായ, നമുക്ക് എത്ര വർണ്ണിച്ചാലും മതിയാകാത്ത കൊത്തുപണികളും കുറേ ആർട്ട് വർക്ക് ചെയ്ത അടിപൊളി ഒരു ശ്മശാനം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ മധ്യപ്രദേശ് വരുമ്പോൾ ഇത് നിർബന്ധമായി വിസിറ്റ് ചെയ്യാം, ഫ്രീ ആണ്, ക്യാഷൊന്നും കൊടുക്കണ്ട. അപ്പോൾ ഈ നിർബന്ധിൻ്റെ പേര് പറയുന്നത് കൃഷ്ണപുര ഛത്രി നാട്ടോ. നമ്മൾ ഇൻഡോറിലെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി ശ്മശാനമാണിത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടുത്തെ ഈ കല്ല് കണ്ടില്ലേ, ഇതിൻ്റെ കൊത്തുപണികളൊക്കെ കാണുന്നുണ്ടോ, അടിപൊളിയാണ്. ഇതൊരു ഒരു കല്ലിൽ കൊത്തിയെടുത്ത ശില്പങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അതെങ്ങനെ സമ്മതിക്കണമല്ലേ, ഇവരൊക്കെ പഴയകാല ആളുകളുടെയൊക്കെ ഒരു കഴിവ് പറഞ്ഞു കഴിഞ്ഞാൽ അപാരം തന്നെയാണ്. അപ്പോൾ ഇതൊരു ശ്മശാനമാണെന്ന് കൂടി ഓർക്കണം. അതായത് പഴയകാല 1800 പണിത ഒരു ശ്മശാനം. നല്ല ഭംഗിയുണ്ട് ഇവിടുത്തെ കാഴ്ച, നല്ലൊരു വൈബാണ്. അതായത് ഭയങ്കര പീസ്ഫുള്ളാണ്, നല്ല കാറ്റും കാര്യങ്ങളൊക്കെയാണ്. നമ്മളെ ഇൻഡോർ മാർക്കറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇൻഡോർ എന്ന് പറയുന്നത് ഈ ബസാർ, അതുപോലെ തന്നെ ഈ മിഠായി, അതുപോലത്തെ അങ്ങനത്തെ ഉള്ള ഈ ജിലേബി വക ഐറ്റംസ് ഇല്ലേ, അതിലൊക്കെയാണ് ഇവിടെ ഫേമസ് എന്ന് പറയുന്നത്. ഇത് നോക്കിയേ, എൻ്റെ മോനെ രക്ഷയില്ല കേട്ടോ. ഇവിടുത്തെ കാഴ്ചകൾ പറയുന്നത് നമ്മളൊക്കെ അമ്പരപ്പിക്കുന്ന തരത്തിലുള്ള നിർമ്മിതികളാട്ടോ ഈ കാണുന്നതൊക്കെ. നോക്കാം, ഇതൊക്കെ ഒരു കല്ലിൽ, ഒറ്റൊരു കല്ലാണ്, ഈ ഒറ്റൊരു കല്ലിൽ പണിതെടുത്ത ആട്ടോ ഈ കാണുന്നത്. നോക്കാം, അന്ന് മിഷനും കാര്യങ്ങളൊന്നുമില്ല, ഫുള്ള് കൈ കൊണ്ട് തന്നെ അങ്ങനെ കൊത്തി എടുക്കുന്ന ആർട്ട് വർക്കുകളൊക്കെയാണ് ഈ കാണുന്നത്. നമുക്കൊക്കെ അത് കാണുമ്പോൾ തന്നെ ഒരുമാതിരി എന്താ പറയുക, അത്ഭുതം തോന്നും. കണ്ടില്ലേ, ഇത് വലിയൊരു ഗോപുരമാണ് നിൽക്കുന്നത്. മേലേക്ക് നല്ല രസമായിട്ടാണ് കാണാൻ. നമുക്കിതിൽ എത്രത്തോളം ക്ലിയർ ആവുന്നില്ല. ഒന്നാമത്തെ എൻ്റെ അപ്പുറത്ത് വേറൊന്നും കൂടി അത് കാണാം. പിന്നെ ഇവിടെയും ചെറിയൊരു ഇതെന്താ ക്ഷേത്രം അങ്ങനെ എന്തോ ആണ്. അപ്പുറത്ത് ക്ഷേത്രമുണ്ട് കേട്ടോ. അപ്പോൾ നല്ല വൈബാട്ടോ അവിടെ പോയി ഇരിക്കാൻ. നല്ല കാറ്റും കാര്യങ്ങളൊക്കെയാണ്, നല്ല കൂളാണ് കേട്ടോ. ചൂടൊക്കെ ഇത്ര നേരം നടന്ന് ഭയങ്കര ക്ഷീണിച്ചിട്ട് ചൂടായിട്ട് അവിടെ വന്നിരിക്കുമ്പോൾ ഭയങ്കര ആശ്വാസമാണ്. പോരാത്തിന് ആ അമ്പലത്തിൻ്റെ ആ ഭാഗത്ത് പോയിരിക്കുമ്പോൾ കുറച്ചൊരു നല്ല ആശ്വാസമാണ് കേട്ടോ. അവിടെ നല്ല കാറ്റ് കിട്ടുന്നുണ്ട്, കാരണം അവിടെ എന്തൊക്കെയോ വൃത്തിയുടെ സ്മെല്ലാണ്, പക്ഷേ കാറ്റ് നല്ല കാറ്റുണ്ട് കേട്ടോ. ഇവിടുത്തെ കാഴ്ചകൾ ഇതാണ്. വലിയൊരു ഫ്ലോറാണ് കേട്ടോ, അത്യാവശ്യം നല്ല. അത് ഈ ഒരു എന്താണിത്, ഇത് സിമെൻ്റാണോ വേറെ എന്താണോന്ന് അറിയില്ല. ഇതൊരു കല്ലാണിത്, നല്ല മിനുസുള്ളൊരു കല്ലാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ചെരുപ്പിട്ടിട്ട് അലോഡല്ല, ഷൂ ഒക്കെ ഊരി വെച്ചിട്ട് വെറും കല്ലോ അല്ല ഷോക്സ് ഇട്ടിട്ടൊക്കെ കയറാൻ പാടുള്ളൂ കേട്ടോ. അത് കണ്ടില്ലേ, ഒരു സെൻറ്ററിൽ ഒരു കല്ല് വെച്ചിട്ടുള്ള നല്ല ഭംഗിയില്ല. ഇതൊക്കെ കൈ കൊണ്ട് കൊത്തിയെടുത്ത കല്ലാട്ടോ അതൊക്കെ. ഈ കാണുന്ന ഡിസൈനും കാര്യങ്ങളൊക്കെ. ഇവിടെ ചെറിയൊരു പശുവോ കാളയോ അങ്ങനെ എന്തോ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ നോക്കി നിങ്ങൾ, ഇതൊക്കെ കല്ലാണ് സുഹൃത്തുക്കളെ. ഇതൊക്കെ ഫുള്ള് കല്ലാണ്, കല്ലുകൊണ്ട് പണിതതാണ്. പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഇത് പ്ലാസ്റ്റിക്കോ ഫൈബറോ ഒന്നും അല്ല. കണ്ട ഫൈബറിൻ്റെ ഒരു ലുക്ക് ഉണ്ടെങ്കിലും ഇതൊരു ഒറ്റ കല്ലാണ്. ഈ ഒരു കല്ലിലാണ് ഇതെല്ലാം കൊത്തിയെടുത്തിട്ടുള്ളത്. ഓക്കെ, കാണിച്ചു തരാം. ഒരു ജോയിൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതെല്ലാം ഈ ഒരു കാണുന്ന ഈ ബോക്സ് ഓരോന്നും ഓരോ കല്ലാണ്. ഓരോ കല്ലിലും കൊത്തിയെടുത്ത കേട്ടോ. ഇതിൻ്റെയൊക്കെ ഒരു ഫിനിഷിങ് കാണണം നിങ്ങൾ, എത്രത്തോളം ഫിനിഷിംഗ് ആണെന്ന് ഒന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, എത്രത്തോളം ഫിനിഷിംഗ് ആണ് നിങ്ങളൊന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും. കണ്ടോ, ഇതിൻ്റെ അപ്പുറത്തൊന്നുണ്ട്, അതും കൂടി പോയി കാണാം. അത് ഇതിനേക്കാളും വലുതാണ്, ഭയങ്കര വലുപ്പമാണ്, വലിയ ഹാളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതായിട്ട് ഇതിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. ഞാൻ അവിടെ എങ്ങനെ എത്തണം എന്നുള്ള ഡീറ്റെയിൽസൊക്കെ വഴിயாக പറഞ്ഞുതരാം. പിന്നെ തൊട്ടപ്പുറത്തായിട്ട് ചെറിയൊരു ഒരു പുഴ പോലെ ഒരു സംഭവം എടുക്കുന്നുണ്ട്, ഒരു കനാലാട്ടോ. ഭയങ്കര സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, അമ്പലത്തിന് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല കാറ്റ്, നല്ല തണുപ്പുമാണ്. കാരണം അവിടെ ആൽമരം ഉണ്ട്. പോരാത്തിന് ഇടയ്ക്കൊരു കാറ്റ് വരുമ്പോൾ ഒരു ചെറിയ സ്മെല്ല് വരുന്നുണ്ട്. അത് മാത്രമല്ല ഇവിടുത്തെ പോരായ്മ എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഭാഗം കണ്ടു. ഞാൻ അടുത്ത് ഇതാട്ടോ കാണാൻ പോകുന്നത്. കണ്ടില്ലേ, ഇതിനുള്ളിൽ വരുമ്പോൾ നല്ല വലിയൊരു ഹാളും കാര്യങ്ങളാണ്. ഇതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ എൻ്റെ മോനെ അത് രക്ഷയില്ല കേട്ടോ. നോക്കേ, ഒരു അടിപൊളി. ഇത് എത്ര വർണ്ണിച്ചാലും നമുക്ക് വാക്കുകൾ കിട്ടുന്നില്ല, അത്രയും ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഇതൊരു വലിയൊരു ഹാളാണ്. ഇതിൻ്റെ ഉള്ളിലത്തെ കുറച്ച് കാഴ്ചകൾ ഇതുണ്ടോ, ഇതൊക്കെ ഒരു കല്ലിൽ കൊത്തിയെടുത്തതാട്ടോ. പിന്നെ തൂണിൻ്റെയൊക്കെ എല്ലാം ഒരേ ആകൃതി തന്നെയാണ്, തൂണൊക്കെ എല്ലാം ഒരേ ഡിസൈൻ തന്നെയാണ്. ഇതൊക്കെ ഒരു കല്ലാട്ടോ, ഒറ്റ കല്ലിൽ. ഈ റെഡ് സ്റ്റോൺ എന്ന് പറഞ്ഞ ഒരു കല്ലിൽ പണിത് തീർത്താണ് കേട്ടോ കാണുന്നതൊക്കെ. നല്ല ഭംഗിയാണ്, നല്ല തണുപ്പാട്ടോ ഉള്ളിൽ, ഭയങ്കര കൂളാണ്.
എന്താ പറയുക ചൂട് കാര്യങ്ങളൊന്നും വരില്ല. കാരണം ഈ കല്ലിൻ്റെ ഒരു ഘടന അങ്ങനെയായിരിക്കാം. അപ്പോൾ നമുക്ക് ഉള്ളിലത്തെ കുറച്ച് കാഴ്ചകൾ കാണാം. ഇതുണ്ടല്ലേ, ഇതിൻ്റെയൊക്കെ ഒരു വ്യൂ നോക്കിയേ. ഇതിൻ്റെ ഓരോ കല്ലിനും ഓരോ പ്രത്യേകത ഉണ്ട്, ഓരോന്നും ഓരോ ഡിസൈനാണ്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് ഇവിടെ മുതൽ തുടങ്ങാം. ഇതുണ്ടല്ലേ, ഇതൊരു ഡിസൈനാണ് കണ്ടോ, ഇതൊരു ഡിസൈനാണ്. ഞാൻ ഇപ്പുറത്ത് വരുമ്പോൾ വേറൊരു ഡിസൈൻ. പിന്നെ കണ്ടോ, ഞാൻ ഇവിടെ വരുമ്പോൾ വേറൊരു ഡിസൈൻ. അതായത് കണ്ടോ, ഇപ്പുറത്ത് വരുമ്പോൾ വേറെ കുറേ ഡിസൈനുണ്ട്. നമ്മൾ കണ്ടതാണ്, നേരെ ക്ലിയർ കാണുന്നില്ല. പിന്നെ ഇവിടെ കണ്ടില്ലേ, ഒരു സ്ത്രീ എൻ്റെ ഒരു ശില്പയാണ് കാണുന്നത് കണ്ടോ. ഇവിടെ വരുമ്പോൾ ഡാൻസ് കളിക്കുന്നൊരു സ്ത്രീനെ കാണാൻ കഴിയും. ഡാൻസ് കളിക്കണോ വേറെ ഒന്നും ചെയ്യണോ അറിയില്ല. അപ്പോൾ ഇതെന്താണിത്, ഇത് വേറെ എന്തോ ഒരു കറക്റ്റ് അറിയില്ല കേട്ടോ, അതിൻ്റെ എന്താ പേര് പറയുന്നത് എനിക്കറിയില്ല. അപ്പോൾ ഇപ്പുറത്ത് വരുമ്പോൾ കണ്ടില്ലേ, ഒരു സന്യാസി തോന്നുന്നു കണ്ടു, കയ്യിൽ കുടമൊക്കെ ഉണ്ട്. എത്ര ക്ലിയറാണ് നോക്കിയതൊക്കെ, മാലയും കാര്യങ്ങളും ആ കാര്യങ്ങളൊക്കെ കൊത്തിയെടുത്ത് എത്ര ക്ലിയറാണ് നോക്കി കണ്ടോ. അപ്പോൾ ഇപ്പോൾ ഇവിടെയും ഏറെക്കുറെ ഒരുപോലെയാണ്. ഇത് നമ്മൾ കണ്ടതാണ്, ഇത് നമ്മൾ കണ്ടതാണ് കണ്ടോ. ഓരോന്നിനും പലതിനും പല ഡിസൈനാട്ടോ. അപ്പോൾ ഇതാണ് നമ്മളപ്പോഴേ കണ്ട ആ ഒരു ശ്മശാനം എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ താഴെ ഫുള്ള് മാർബിൾ കൊണ്ടാട്ടോ കവർ ചെയ്തിട്ടുള്ള, ഫുള്ള് മാർബിൾ പതിച്ച ഒരു ഏരിയ ആണ്. ഇവിടെയും കുറേ എന്തൊക്കെയാണ്, എന്താ ചട്ടി പാത്രമൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, കുടിവെള്ളമാണോ എന്തോണെന്ന് അറിയില്ല. ഇവിടെ ഒരു രാജാവിൻ്റെ ഫോട്ടോ ഉണ്ട്, സോറി ഒരു ശില്പമുണ്ട്. അത് ഈ കല്ല്, എൻ്റെ മോനെ ഇത് നോക്കിയത് ഇന്ന് നിങ്ങൾ കാണണം. അതായത് ഒരു കല്ലാണ്, ഇത് മുഴുവനായിട്ടൊരു കല്ലാണ് കണ്ടോ. ഇത് ജോയിൻ്റ് ഉണ്ട്. അതായത് ഇവിടെ മുതൽ ഈ താഴെ വരെ ഒരു കല്ലാണ് കണ്ടോ. ഇതിലൊരു രാജാവിൻ്റെ കല്ല് നിർമ്മിച്ചൊരു ശില്പമാണ്. ഇവിടെ ഞാൻ പറഞ്ഞില്ല, അമ്പരിപ്പിക്കുന്ന തരത്തിലുള്ളൊരു നിർമ്മിതിയാണ്. ഈ കാണുന്നതും ഒരു കല്ലാണ്. ഇതൊരു വാതിലാണ്. ഈ വാതിലിൻ്റെ ഒരു നമ്മൾ ഈ കട്ട്ല എന്നൊക്കെ പറയില്ലേ, അതിന് പകരമായിട്ട് നിർമ്മിച്ച, ഒറ്റക്കല്ലിൽ നിർമ്മിച്ച ഒരു നിർമ്മിതിയായിട്ട് കാണുന്നത്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ഞാൻ കാണിച്ചു തരാം, ഡീറ്റെയിൽസ് ആയിട്ട് കാണിച്ചു തരാം. നോക്കി എത്ര ഭംഗിയിലാണ് ഇത് കൊത്തിയെടുത്തുള്ളത്, നമ്മൾ കാണാൻ തന്നെ വേണം. ഉണ്ടോ, നല്ല അടിപൊളി. ഇത് മരത്തിൻ്റെ, അതെ ഇരുമ്പിൻ്റെ വാതിലാണ്, ഇരുമ്പിൻ്റെ ഒരു കവാടമാണ് കാണുന്നത്. രണ്ട് സൈഡ് രണ്ട് രാജാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്നുണ്ട്. ഈ രാജാവിൻ്റെ തല കുറച്ച് ചെരിഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇത് നേരെയാണ്. രണ്ടും വേറെ ആൾക്കാരെ തോന്നുന്നു കേട്ടോ, കാണുമ്പോൾ ഒരുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഏതായാലും ഇതിൻ്റെ മേൽഭാഗമൊക്കെ കാണാൻ തന്നെ എന്ത് രസമെന്നറിയോ, ഇത് കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും കേട്ടോ, അത്ര രസം. നമ്മളിങ്ങനെ ഓരോന്നിങ്ങനെ സൂക്ഷിച്ച് നോക്കുമ്പോഴും അതിന് ഓരോ എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ അതിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവും. ഈ കല്ലിൻ്റെ അതൊക്കെ ഒരു കല്ലിലായിട്ട് കൊത്തി എടുത്തിട്ടുള്ളത്, കൂട്ടി യോജിപ്പിച്ചല്ല, പറയാൻ തന്നെ വേണം കേട്ടോ. പിന്നെ ഇതാണ് ആ ഒരു ഗോപുരം എന്ന് പറയുന്നത്. രണ്ട് സൈഡ് രണ്ട് ഗോപുരം നമുക്ക് കാണാൻ കഴിയും. നമുക്ക് താഴെ ഇറങ്ങിയിട്ട് കുറച്ച് ഡീറ്റെയിലാക്കി നോക്കാം. അപ്പോൾ ഈ കാണുന്ന കല്ല് എന്ന് പറയുന്നത്, ഇത് ഒറ്റ കല്ലൊന്നുമല്ല, ഇത് കുറേ അധികം കല്ലുകൾ കൂട്ടി യോജിപ്പിച്ച് വെച്ച ഇതിൻ്റെ ഡിസൈൻ കാണണം നിങ്ങൾ. അതായത് ഒരു റെഡ് സ്റ്റോണ്, ഒരു ബ്ലാക്ക് സ്റ്റോണ്, റെഡ് സ്റ്റോണ്, ബ്ലാക്ക് സ്റ്റോണ്, ആ ഒരു രീതിയിലാണ് ഇത് പണിതിട്ടുള്ളത്. മേല് വരെ അങ്ങനെ പണിതിട്ടുള്ളത്. ഇവിടെ ഒരു ശില്പം കാണാൻ കഴിയും. രണ്ട് സൈഡും സിംഹവും, അത് ആരാണെന്ന് എനിക്കറിയില്ല. നല്ല പ്രാവൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ കണ്ടോ. അത് എന്താ മോനെ അടിപൊളിട്ടോ, ഒരു രക്ഷയില്ല. അതൊക്കെ അതിൻ്റെ ഒരു ഭംഗി നോക്കി നിങ്ങൾ. ഇതിൻ്റെ ഒരു ഡിസൈൻ കണ്ടില്ലേ നിങ്ങൾ, എത്ര ഡീറ്റെയിൽഡാണ് കണ്ടില്ലേ. അത്രയും കണ്ണിങ് ആയിട്ടോ അവർ കൊത്തി വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ അതേപോലെ തന്നെ ഉണ്ട്. പിന്നെ ഇവിടെയും ഒരു ശില്പം കാണാൻ കഴിയും. ഇതെന്തൊക്കെ പേരുണ്ട് കേട്ടോ, എനിക്കറിയില്ല. അപ്പോൾ നമുക്കിനി മെല്ലെ ഉള്ളിലോട്ട് കയറി നോക്കാം. ഈ ഹാളിൻ്റെ വലിപ്പം എത്രയാണ്, ഇത് എത്ര സ്ക്വയർ ഫീറ്റ് കാണും. ഇവിടെ മണിയൊക്കെ കിട്ടി നോക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ അപ്പോഴേ കണ്ട പോലൊരു കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൊള്ളാല്ലേ. അപ്പോൾ നമ്മുടെ ചുറ്റിനും പല ഭാഗത്ത് സഞ്ചരിക്കുമ്പോൾ ഇതുപോലുള്ള ചരിത്രപരമായ കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും.
നമ്മുടെ ഇന്ത്യയിലെ പല സ്ഥലത്തും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇതുപോലെ ഇഷ്ടംപോലെ ചരിത്രപരമായ കാര്യങ്ങൾ കാണാൻ കഴിയും. ഏത് സ്ഥലത്ത് നമ്മൾ യാത്ര ചെയ്താലും ആ ഭാഗത്ത് ഇതുപോലെ ചരിത്രപരമായി എന്തുണ്ടെങ്കിൽ നമ്മൾ സന്ദർശിക്കാൻ ശ്രമിക്കുക. കാരണം പല കാര്യങ്ങളും ഇതിൽ നിന്ന് പഠിക്കാൻ കഴിയും. ഇപ്പോൾ ഞാൻ ഇതിനുള്ളിൽ കയറുമ്പോൾ തന്നെ ഇവർ എങ്ങനെ ഇത് പണി തീർക്കുന്ന ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് തല പോയി. ആ കാലഘട്ടത്തിൽ ഒരു മിഷനറി പോലും ഇല്ലാത്ത കാലഘട്ടത്തിൽ കൈകൊണ്ടും ഉളികൊണ്ടും കൊത്തിയെടുത്ത് നിർമ്മിച്ച ഓരോ നിർമ്മിതികളായി കാണുന്നത്. എന്ത് വലുപ്പമാണ് നിങ്ങൾ കാണുന്നത് തന്നെ മനസ്സിലാവും. അത്രയും വലുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണണം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും. അപ്പോൾ മധ്യപ്രദേശ് വരികയാണെങ്കിൽ, ഇൻഡോർ കൊണ്ട് സ്ഥലത്ത് വരികയാണെങ്കിൽ ദയവ് ചെയ്ത് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ വരിക, സന്ദർശിക്കുക, കാണുക, ഇതിനെക്കുറിച്ച് കുറച്ചൊക്കെ പഠിക്കുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണുന്നതില്ലായിരിക്കും. ഗുഡ് ബൈ.